Now that we have understood what a current source load is or how a current source load can be made using NMOS or PMOS, let us go into our actual topic, that is the common source stage with current source load. Okay. So the point here is that we are replacing the resistor with a current source. നേരത്തെ നമ്മളിവിടെ ഒരു RD റെസിസ്റ്റർ ആണ് പുള്ളപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അതിന് പകരമായിട്ട് നമ്മളൊരു കറണ്ട് സോഴ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു NMOS അഥവാ PMOS ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ കേസിൽ നമുക്ക് PMOS വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണാവേ. അപ്പൊ PMOS ആണ് നമ്മൾ കറണ്ട് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? PMOS വരച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് M2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ. അതിന്റെ ഗേറ്റിൽ നമ്മളൊരു ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ തന്നെ കണ്ട കാര്യങ്ങള്. സോഴ്സിൽ VDD ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വിൽ ഓൾവേസ് ബി കോൺസ്റ്റന്റ്. ഇതൊരു കറണ്ട് സോഴ്സ് ആക്ട് ചെയ്യുമോ? യെസ്, ഇറ്റ് വിൽ, അല്ലെ? അപ്പൊ അവിടെ ഓക്കെ ആയി. നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. അതായത് നമ്മളൊരു NMOS ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ സോഴ്സ് ഇസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ആ സ്റ്റേജ് മാത്രമേ നമ്മളിവിടെ വരച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും വരച്ചിട്ടില്ല. കോമൺ സോഴ്സ് സ്റ്റേജ് മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. അപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് സോഴ്സ് ഉണ്ട്. ഇൻപുട്ട് ഇവിടെ, ഔട്ട്പുട്ട് ഡ്രെയിനിൽ നിന്ന് എടുക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ പഴയ ആംപ്ലിഫയറിന്റെ കോൺഫിഗറേഷൻ തന്നെയാണ്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Once we have understood this much, you have to understand that even though we have replaced the resistor with a PMOS, effectively it turns out this PMOS behaves like a resistor itself. അപ്പൊ നമ്മുടെ വർക്കിങ്ങിന് വലിയ വ്യത്യാസം വരുന്നില്ല. ഈ PMOS എങ്ങനെയാണ് റെസിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന സർക്യൂട്ട് ഉണ്ടല്ലോ, അതിന്റെ AC ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം, അഥവാ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ വരയ്ക്കണം. ഇതിന്റെ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ വരയ്ക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം മോസ്ഫെറ്റിന്റെ സ്മോൾ സിഗ്നൽ ഇക്വിവലന്റ് മോഡൽ വരയ്ക്കാൻ പഠിച്ചല്ലോ. ഇവിടെ ആകെ 2 മോസ്ഫെറ്റ് അല്ല ഉള്ളൂ. അപ്പൊ ഈ 2 മോസ്ഫെറ്റിന്റെയും സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ വരച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞ പോയിന്റ് PMOS ബിഹേവ്സ് ലൈക്ക് എ റെസിസ്റ്റർ എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കറണ്ട് സോഴ്സ് ലോഡിന്റെ മാത്രം വരച്ചാലും മതി. ഈ ഭാഗം മാത്രം നമ്മൾ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ വരച്ചാൽ മതി. സോ ലെറ്റ്സ് ഡു ദാറ്റ് നെക്സ്റ്റ്. ഓക്കെ, ഇതാണ് സ്മോൾ സിഗ്നൽ മോഡൽ ഓഫ് ദ കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് കറണ്ട് സോഴ്സ് ലോഡ്. കറണ്ട് സോഴ്സ് ലോഡിന്റെ മാത്രമേ സ്മോൾ സിഗ്നൽ മോഡൽ മുഴുവനായിട്ട് വരച്ചിട്ടുള്ളൂ. ബാക്കി അതിനാവശ്യമുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഇക്വലൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം മാത്രമേ നമുക്ക് റീകോൾ ചെയ്യാനുള്ളൂ. അതായത് the only thing you need to understand that circuit is the small signal model or small signal equivalent model of a MOSFET. If you have a MOSFET like this, yes, gate, source, drain. ഇതിന്റെ ഇക്വലന്റ് മോഡൽ എങ്ങനെയാ നമ്മൾ വരച്ച? സോഴ്സ് വരച്ചു അല്ലെ, സോഴ്സിനെ ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് എന്ന് വരച്ചു. എന്നിട്ട് ഇവിടെ ഗേറ്റ് ടെർമിനൽ, ഇത് ഡ്രെയിൻ, യെസ്, ഡ്രെയിൻ ടെർമിനൽ. ഗേറ്റും സോഴ്സിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് VGS എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, റൈറ്റ്? VGS. എന്നിട്ട് ഡ്രെയിനും സോഴ്സിന്റെ ഇടയ്ക്ക് നമുക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഡ്രെയിൻ കറണ്ട്. ഡ്രെയിനും സോഴ്സിന്റെ ഇടയ്ക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഡ്രെയിൻ കറണ്ട്. ആ ഡ്രെയിൻ കറണ്ടിനെയാണ് നമ്മൾ GM-VGS എന്ന് റെഫർ ചെയ്തത്. GM-VGS. കറണ്ട് സോഴ്സിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് വരും. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ഇവിടെ RD എന്ന് റെഫർ ചെയ്തത്. ഓക്കെ, ഈ ഒരു സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ മോസ്ഫെറ്റിന്റെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ടിന്റെ ഇതും വരയ്ക്കാൻ പറ്റും. നോക്കാം എങ്ങനെയാന്നുള്ളത്. നോക്കിയേ, ഈ മോസ്ഫെറ്റ് ആണ്, M2 ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, when dealing with M2, let us start at the gate itself. At the gate, what is applied is a bias voltage. A bias voltage that has to be fixed. Remember, we just talked about that. It has to be fixed. എന്നാലേ അത് കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഗേറ്റിലുള്ള വോൾട്ടേജ് ഫിക്സ്ഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ AC ഇക്വലന്റ് ആണ് വരയ്ക്കുന്നത്. സ്മോൾ സിഗ്നൽ മോഡൽ എന്ന് വെച്ചാൽ AC ഇക്വലന്റ് ആണ് എഫക്റ്റീവ്ലി, അല്ലെ? അപ്പൊ AC ഇക്വലന്റ് വരയ്ക്കുമ്പോൾ ഈ ഫിക്സ്ഡ് വോൾട്ടേജ് എന്താവും? ഗ്രൗണ്ട് ആവും, അല്ലെ? DC voltages will always go to ground in the AC equivalent circuit. AC equivalent circuit DC goes to ground.
അപ്പൊ ഇഫ് വി ബി ഇസ് ഫിക്സ്ഡ് ദാറ്റ് വിൽ ഓൾസോ ഗോ ടു ഗ്രൗണ്ട്. പിടികിട്ടിയ? അപ്പൊ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതാണ് ഗേറ്റ് ടെർമിനൽ എന്ന് വിചാരിക്കുക. ദാറ്റ് ഹാസ് ഗോൺ ടു ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ട് അത് വരച്ചു. ഇനി നമുക്ക് സോഴ്സ് ടെർമിനൽ ആണ് ഇവിടെ ഉള്ളത്. സോഴ്സ് ടെർമിനൽ ഇതാണ് നമ്മുടെ സോഴ്സ് ടെർമിനൽ, ഗേറ്റ് സോഴ്സ്. ഇപ്പൊ ഞാൻ താഴെ വരച്ചതിന്റെ ഇതിനെ തലതിരിച്ച് വെക്കുന്ന എഫക്റ്റ് ആണ്. ഗേറ്റ് താഴെയും സോഴ്സ് മേളിലുമായിട്ടാണ് വരുന്നത്. ഇത് എൻമോസിന്റെ ആണല്ലോ ഞാൻ വരച്ചത്. പിമോസ് വരച്ചപ്പോഴത്തേക്ക് തലതിരിച്ചായിരിക്കുന്നു. അപ്പൊ ഗേറ്റ് താഴെയും സോഴ്സ് മേളിലും ആണെന്നുള്ളതേ ഉള്ളൂ. ഡയറക്ഷൻ ഇസ് ഓൾവേസ് കറന്റ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ് വിത്തിൻ ദ മോസ്ഫെറ്റ്. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ സർക്യൂട്ടിലേക്ക് വരാം. ഗേറ്റ് താഴെ, സോഴ്സ് മേളില് വോൾട്ടേജ് എന്താണ്? VDD. VDD goes to ground when you draw the AC equivalent circuit. Here you go. വീണ്ടും ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ സോഴ്സ് ഗ്രൗണ്ടിലേക്ക് പോയി. അങ്ങനെ ഈ 2 പോയിന്റ് ഗ്രൗണ്ടിലേക്ക് പോയി. ഈ 2 പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? ഇതിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്താണ് ശരിക്കും പറഞ്ഞാല്? VGS ആണ് അല്ലെ? VGS ആണ് ഇൻപുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജ്. അതുപോലെ കറന്റ് സോഴ്സിന്റെ വാല്യൂ എന്താണ്? ഫ്രം ഡ്രെയിൻ ടു സോഴ്സ് ആണ് ഡയറക്ഷൻ. വാല്യൂ എന്താണ്? GM VGS ആണ് അതിന്റെ വാല്യൂ. ഇത് മോസ്ഫെറ്റ് M2 ആയതുകൊണ്ട് എല്ലാ GMന്റെ വാല്യൂ GM2 എന്നാണ് റെഫർ ചെയ്തേക്കുന്നത് കേട്ടോ. മോസ്ഫെറ്റ് M2 ആയതുകൊണ്ട് GM എന്നുള്ളത് GM2 എന്നാണ് എഴുതിയേക്കുന്നത്. അതുപോലെ ഇവിടെ VGS എന്നുള്ളത് V1 എന്നാണ് റെഫർ ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ബിക്കംസ് GM VGS പകരം GM V1. Okay. Now looking at it carefully, you understand something very obvious. That is VGS അഥവാ V1 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? കാരണം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് V1. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എത്രയാണ്? രണ്ടും ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണ്. ദിസ് ഇസ് ഓൾസോ കണക്റ്റഡ് ടു ഗ്രൗണ്ട്, ദിസ് ഇസ് ഓൾസോ കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അപ്പൊ എന്ത് പറ്റി? ദിസ് വോൾട്ടേജ് ബിക്കംസ് ഈക്വൽ ടു 0. GM VGS will also become equal to 0. കാരണം GM into 0 ആണല്ലോ ഇത്. Therefore this is also equal to 0. അപ്പൊ ഈ കറന്റ് സോഴ്സ് 0 ആയി, കറന്റ് വാല്യൂ 0 ആയി. അങ്ങനെയാണെങ്കിൽ ആകെപ്പാടെ ഈ ഇക്വലന്റ് സർക്യൂട്ടിൽ വാട്ട് റിമെയിൻസ് ഇസ് R02 ഓർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. നമ്മൾ ഇതിനെ സ്മോൾ സിഗ്നൽ മോഡലിൽ RD എന്നാണ് വിളിച്ചത്, ഡ്രെയിൻ റെസിസ്റ്റൻസ്. അതിനെ ഈ മോസ്ഫെറ്റ് M2ന്റെ ആയതുകൊണ്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO2 എന്ന് റെഫർ ചെയ്യുന്നു. ഓക്കെ, നൊട്ടേഷൻസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൾ ദ പാരാമീറ്റേഴ്സ് ആർ ദ സെയിം. VGS is V1, GM is GM2, and VGS is V1, and RD is RO2. So there you have it, the small signal equivalent model of MOSFET M2, wherein V1 is equal to 0 and GM2 V1 also becomes equal to 0. അങ്ങനെ RO2 മാത്രം ബാക്കി നിൽക്കുന്നു. എവിടെയാണ് RO2 കണക്ട് ചെയ്തിരിക്കുന്നത്? പ്ലീസ് റിമെമ്പർ, RO2 is connected between drain and source. RO2 connected between drain and source, where drain is equal to D എന്ന് വിചാരിക്കാം, between D and source. Source എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. So between drain and ground. Let's keep that point in mind. Okay, RO2 is connected between drain and ground. ഇനി നമുക്ക് താഴത്തെ മോസ്ഫെറ്റിനെ ഒന്ന് നോക്കാം. M1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിനെ നോക്കാം. M1 എന്ന ട്രാൻസിസ്റ്ററിലും ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VGS is equal to Vin ആണ്. That is applied voltage that may change. Okay, and this is VGS ഉണ്ട്, GM VGS ഉണ്ട്. അത് കഴിഞ്ഞ് ഔട്ട്പുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് RO1. ഓക്കെ, നമ്മളിപ്പോ RO1ഉം RO2 മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം the first parameter that you need to derive is ROut. അതായത് ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് നമുക്ക് ആദ്യം ഡിറൈവ് ചെയ്യേണ്ട പാരാമീറ്റർ. ഔട്ട്പുട്ട് ഇംപിഡൻസ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കിട്ടും. നമുക്ക് ഔട്ട്പുട്ടിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബിറ്റ്വീൻ, ആദ്യം തന്നെ അത് പറയാം, ഇറ്റ് ഇസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് അല്ലെ? ദിസ് ഇസ് വേർ യു ടേക്ക് ദ ഔട്ട്പുട്ട്, ഈ പോയിന്റ്. ആൻഡ് വാട്ട് പോയിന്റ് ഇസ് ദാറ്റ്? ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് ഗ്രൗണ്ട്. Am I right? Between drain and ground. So the output impedance is the total impedance between drain and ground. Between drain and ground എന്തൊക്കെ റെസിസ്റ്റൻസസ് ഉണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് ഗ്രൗണ്ട് ആദ്യം തന്നെ നമ്മൾ RO2 ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? സോ RO2 ഇസ് പ്രസന്റ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് ഗ്രൗണ്ട്, കോമ ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് ഗ്രൗണ്ട് യു ഓൾസോ ഹാവ് RO1. ഓക്കെ, RO1 ഓൾസോ യു ഹാവ്. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണ്?
what is the kind of connection that these two have, RO1 and RO2? ഒരെണ്ണം RO1 and RO2 is both of them are connected between drain and ground എന്ന് പറഞ്ഞു. അതാണ് RO1. This is RO2. And similarly here also you have RO1 that is also between drain and ground. അല്ലേ? ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? It is parallel connection, right? So effectively, or the output resistance, total output resistance ROUT is equal to RO1 parallel RO2. As simple as that. എളുപ്പല്ലേ? അപ്പൊ നമ്മൾ ഈ സ്മോൾ സിഗ്നൽ മോഡൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, രണ്ട് റെസിസ്റ്റേഴ്സേ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കാണുന്നുള്ളൂ. അത് RO2യും RO1ഉം ആണ്. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് RO2യും RO1ഉം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും? RO1 പാരലൽ RO2. വെരി ഈസി. ഇപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കിട്ടി. വേറൊരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത്, പുള്ളപ്പ് റെസിസ്റ്റർ, അത് M2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ, കറണ്ട് സോഴ്സ് ലോഡായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിന് V1 0യും GM2 V1 0 ആയതുകൊണ്ട് എഫക്റ്റീവ്ലി ആ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് RO2 മാത്രമാണ്. M2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന് പകരം ഒരു റെസിസ്റ്റൻസ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. M2 പറയുന്ന മോസ്ഫെറ്റിന് പകരം ഒരു റെസിസ്റ്റൻസ് RO2 മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ റെസിസ്റ്റൻസ് എന്ന് നേരത്തെ പറഞ്ഞത് നമ്മൾ. ഓക്കെ, ഇറ്റ് ആക്ട്സ് ലൈക്ക് എ റെസിസ്റ്റർ M2. അടുത്ത നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് വോൾട്ടേജ് ഗെയിൻ ആണ്. ഇതും വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. പക്ഷെ ഇത് നമുക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ മോസ്ഫെറ്റിനെ നമുക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത്, അതായത് എൻറ്റയർ സർക്യൂട്ട് നമുക്കൊരു സ്മോൾ സിഗ്നൽ മോഡലായിട്ട് വരയ്ക്കാൻ ശ്രമിക്കാം. നമുക്ക് M1 വെച്ച് തുടങ്ങാം. മോസ്ഫെറ്റ് M1 വെച്ച് തുടങ്ങാം. മോസ്ഫെറ്റ് M1ന് ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, അതാണ് Vin. അത് ഞാൻ Vin എന്ന് എഴുതട്ടെ. Vin അപ്ലൈ ചെയ്യുന്നത് ഗേറ്റിലേക്കാണ്. അപ്പൊ ഇത് ഗേറ്റ് ടെർമിനൽ ആണ്. ഇത് സോഴ്സ് ടെർമിനൽ ആണ്. സോഴ്സ് ടെർമിനൽ ഇസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഇതാണ് VGS അല്ലെ, VGS1. ഓക്കെ, VGS ആണ് Vin എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സോഴ്സ് ഡ്രെയിൻ അല്ലെ, ഡ്രെയിൻ ഇവിടെയാണ് നമ്മുടെ വി ഔട്ട് എടുക്കുന്നത്, റൈറ്റ്? വി ഔട്ട് എടുക്കുന്നത്. VGS1 ഗോസ് ഓൺ ടു ഒരു കറണ്ട് സോഴ്സ് ഇക്വലന്റ് വരും. നമ്മൾ M1 ആണ് വരയ്ക്കുന്നത് ഇപ്പം. ഓക്കെ, ആൻഡ് ഇൻ പാരലൽ ടു ദാറ്റ് യു ഹാവ് RO1. The value of this is GM1 VGS1 അല്ലേ? ക്ലിയർ ആയിട്ട് എഴുതട്ടെ. GM1 VGS1. Okay, that is the current source value here. And from the circuit you know that ഇതിന്റെ മൊത്തത്തില് കറണ്ട് സോഴ്സ് ലോഡ് മൊത്തത്തില് എടുത്താല് ഇതും 0 ആവും, V1ഉം 0 ആവും. ആകെപ്പാടെ RO2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പൊ ബിറ്റ്വീൻ ഡ്രെയിൻ, ദാറ്റ് ഇസ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് ഗ്രൗണ്ട്, നമുക്ക് മോസ്ഫെറ്റ് M2ന് പകരം വരയ്ക്കാൻ ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അത് വരയ്ക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യം തന്നെ, നേരത്തെ മേളിൽ ചെയ്ത കാര്യം തന്നെ. RO2യും വരച്ചു. RO1 RO2 ഡൺ. വി ഔട്ട് ഇസ് ടേക്കൺ അക്രോസ് ദീസ് 2 പോയിന്റ്സ്. ഇനി വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ എളുപ്പം അല്ലെ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. നമുക്ക് എഴുതാം, വാല്യൂസ് എഴുതാം. ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു Vin. Vin എന്ന് പറയുന്നത് VGS1 തന്നെയാണല്ലോ അല്ലെ? Vin is equal to VGS1. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് എന്ന് വെച്ചാൽ മൈനസ് GM1 ഇൻറ്റു VGS. റെസിസ്റ്റൻസ് ഇസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ROUT. ROUT we have already derived, that is RO1 parallel RO2. അപ്പൊ നമ്മൾ എഴുതി മൈനസ് GM1 ഇൻറ്റു VGS1 ഇൻറ്റു RO1 parallel RO2. നെഗറ്റീവ് സൈൻ ഇസ് ബിക്കോസ് Voutന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Voutന്റെ കൺവെൻഷൻ എന്താ? ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആ വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ, GM1 VGS1. That's why you have a negative sign. Minus GM1 VGS1 into R01 parallel R02. Therefore, voltage gain is equal to output by input. That is Vout by Vin. അത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതൊന്ന് കിട്ടും. That is equal to, in conclusion, you get voltage gain is equal to minus GM1 into R01 parallel R02 and Rout, output impedance is equal to R01 parallel R02. That is all for the current source load. See a stage with current source load. Okay, very simple derivations. I'll see you with the next topic. Okay, thank you.